സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. 12 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്. ചൂട് ഇനിയും കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിട്ടുമുണ്ട്. സുനിഷ അയ്യല്ലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. സുനിഷ അയ്യല്ലൂർ, ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സുനിഷ നിൽക്കുന്നിടത്തൊക്കെ വലിയ ചൂടുള്ള ഒരു സാഹചര്യം സുനിഷയ്ക്ക് തന്നെ അനുഭവിക്കാനും പറ്റുന്നുണ്ടാവും. വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യം കഴിഞ്ഞ ദിവസം വലിയ കുതിപ്പാണ് നമ്മൾ കണ്ടത്. അതിൽ കുറവുണ്ടോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? സുജയ, ഒരു വശത്ത് ചൂട് കൂടുന്നുണ്ട്, ഒരു വശത്ത് വൈദ്യുതി ഉപഭോഗം കൂടുന്നുണ്ട് എന്നതായിരുന്നു. ഏതായാലും വൈദ്യുതി ഉപയോഗത്തിൽ ചെറിയൊരു നേരിയ തോതിലുള്ള ആശ്വാസം ഉണ്ടാകുന്നു എന്നതാണ്. ഏതായാലും ചൂടിൻ്റെ കാര്യം തുടക്കത്തിൽ എടുക്കുകയാണെങ്കിൽ ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ആ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പാലക്കാടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മൾ 40 ഡിഗ്രിക്ക് മുകളിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ രീതിയിൽ തന്നെ പാലക്കാട്ടെ താപനില നിൽക്കുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നും പാലക്കാട് താപനില. അതേസമയം മറ്റ് ജില്ലകൾ, അതായത് വയനാടും ഇടുക്കിയും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ് താപനില എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നതും. അതിനനുസരിച്ചുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഈ കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലാണ് 39 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം 40നോട് അടുത്ത് നിൽക്കുകയാണ് കൊല്ലത്തെയും ഈ തൃശ്ശൂരിലെയും അവസ്ഥ. ഈ കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസിൽ തുടരുന്നുണ്ട് എന്നതാണ്. ഇനിയും വരും ദിവസങ്ങളിലും ചൂട് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ആ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ, ഈ ചൂട് താപനില ഉയരാനുള്ള ഒരു സാധ്യത കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരിയൊരു ആശ്വാസം എന്ന് പറയുന്നത് പാലക്കാടും ഒപ്പം തന്നെ ഇത്തരം ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ നേരിയ തോതിൽ മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം സുജിയ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് എത്തുന്നു, റെക്കോർഡ് ഭേദിച്ച വൈദ്യുതി ഉപഭോഗം എന്നതായിരുന്നു. ഏതായാലും അതിൽ ചെറിയൊരു നേരിയ കുറവുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. കുറവെന്ന് പറയുമ്പോൾ 104.49 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസം മാത്രം വൈദ്യുതി ഉപയോഗിച്ചത്. കണക്ക് പ്രകാരം കൂടുതലാണ്, പക്ഷേ കഴിഞ്ഞ ദിവസത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറവുണ്ട് എന്നത് മാത്രമാണ്. കാരണം ചൊവ്വാഴ്ചത്തെ പ്രതിദിന ഉപയോഗമായി വന്നിരുന്നത് 111.79 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയായിരുന്നു. അത് സർവ്വകാല റെക്കോർഡ് വൈദ്യുതി ഉപയോഗവുമായിരുന്നു. ഏതായാലും അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിദിന ഉപയോഗം എപ്പോഴും 100 ദശലക്ഷം യൂണിറ്റിന് മുകളിൽ തന്നെ തുടരുകയാണ് എന്നത് ഏതായാലും ആശങ്ക ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ പീക്ക് ആവശ്യകത 5000 മെഗാവാട്ടിന് മുകളിൽ തുടരുന്നു എന്നതും ആശങ്ക ഉയർത്തുകയാണ്. സുജയ, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സുനിഷ അയ്യല്ലൂർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം പങ്കുവച്ചത്. ഇനി ദേശീയ